ഹലോ, ഇന്ന് ഉണ്ണിക്കുട്ടൻ പഠിക്കുന്ന GLPS പിലാക്കട്ടി സ്കൂളിലെ വർണ്ണക്കൂടാരം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ദിവസമാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ആയിരുന്നു. അപ്പോൾ അധ്യാപികമാരും കുട്ടികളും എല്ലാവരും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് അദ്ദേഹം വരാമെന്ന് ഏറ്റിയിരുന്നത്. അപ്പോൾ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കുമായിട്ട് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി കേട്ടോ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളെന്ന് പറയുന്നത് LP സ്കൂളാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ പദ്ധതികളിലൂടെ. അപ്പോൾ ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ ഒരു വർണ്ണക്കൂടാരം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരുടെ അഭിരുചികൾക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായിട്ടുള്ള പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ ഒരു വർണ്ണക്കൂടാരം മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. വായനയ്ക്കും എഴുത്തിലേക്കും പ്രചോദിപ്പിക്കുന്ന ഭാഷാ വികസന ഇടം, ഗണിത ഇടം, വരയിടം, കുഞ്ഞരങ്ങ്, അതായത് കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കുള്ള ആവിഷ്കാര ഇടം കേട്ടോ അത്. ആട്ടവും പാട്ടും ശാസ്ത്രാനുഭവങ്ങൾക്കുള്ള ഇടം, പിന്നെ ഹരിതോദ്യാനം, പഞ്ചേന്ദ്രിയാനുഭവ ഇടം, പിന്നെ നിർമ്മാണ ഇടം, കരകൗശല ഇടം, ഇലക്ട്രോണിക് ഇടം, കളിയിടം, അതായത് അകവും പുറവും എന്നിങ്ങനെ കുട്ടികളുടെ വികാസ മേഖലകളിൽ കഴിവ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള 13ഓളം പ്രവർത്തന ഇടങ്ങളാണ് ഈ ഒരു വർണ്ണക്കൂടാരം എന്ന പദ്ധതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് പാർക്കായിട്ട് തോന്നുമെങ്കിലും കുട്ടികളുടെ 80ഓളം ശേഷികൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരിടമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അതൊക്കെ ഒന്ന് നടന്ന് കാണുകയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഒരു വെയിലായിരുന്നു എങ്കിലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിലത്തെ ഓരോ ഇടങ്ങളും സന്ദർശിക്കുകയും അതിലൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗിയും അതൊക്കെ ആസ്വദിക്കുകയുണ്ടായി. അടുത്ത വർഷം 100 വർഷം തികയാൻ വേണ്ടി പോകുന്ന സ്കൂളാണ് GLPS പിലാക്കാട്ടി. അപ്പോൾ പുറത്തെ അനുഭവങ്ങൾക്ക് അതേപോലെ തന്നെയാണ് അകത്തും ഒരുക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പഠന അന്തരീക്ഷമാണ് ഈ ഒരു പ്രീ പ്രൈമറി വിഭാഗത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയാർന്നിട്ടുള്ള ഒരു ചുറ്റുപാടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം വേദിയിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തൊരു മന്ത്രീനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങളോട് പല രക്ഷിതാക്കൾക്കും ഒരു അവഗണനാ മനോഭാവമാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നാം ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് പദ്ധതികൾ സർക്കാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കണമെങ്കിൽ നമ്മൾ പൊതുവിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉദ്ഘാടന സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ടുള്ളത് HM ആയിട്ടുള്ള ശോഭാ മേഡാണ്. അതിനുശേഷം നമ്മുടെ മന്ത്രി ശ്രീ MP രാജേഷ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരെയും അറിയിക്കുകയുണ്ടായി. വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹത്തിന് വിദ്യാലയ ഓർമ്മകളും ബാല്യകാല ഓർമ്മകളൊക്കെ സദസ്സുമായിട്ട് പങ്കുവെക്കേണ്ടായിരുന്നു. വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സദസ്സിനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചിട്ടുമൊക്കെ ഉള്ള ഒരു സംസാര രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിനുശേഷം ഇത്തവണ 4 കുട്ടികൾക്കാണ് LSS കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മൊമെൻ്റയും അതുപോലെ തന്നെ ഒരു അനുമോദനവുമാണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ള ശില്പികൾക്കുള്ള ഒരു ഉപഹാരം കൂടി ഈ ഒരു വേദിയിൽ നൽകുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും നിങ്ങളുടെ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ അടുത്ത വർഷം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.